രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ ഇന്ന് സാക്ഷികളുടെ മൊഴിയെടുപ്പ് തുടങ്ങും. യുവതികളുടെ സുഹൃത്തുക്കളുടെയും ഒപ്പം ചികിത്സിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. ഒളിവിലുള്ള രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ആതിരയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, രാഹുലിന്റെ ഈ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസിൽ ഇന്ന് സാക്ഷികളുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? മായ, കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും അതുപോലെ തന്നെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇന്ന് മുതൽ ഈ കേസിലെ ഈ മറ്റ് സാക്ഷികളുടെയൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തൽ ഇന്ന് മുതലാണ് ആരംഭിക്കുക. ഈ ഡോക്ടറുടെ ഈ അബോർഷൻ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഈ യുവതിക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെ ഇന്ന് മുതൽ രേഖപ്പെടുത്തി തുടങ്ങും. അതുകൂടാതെ തന്നെ പരാതിക്കാരി സുഹൃത്തുക്കളുടെ മൊഴിയും ഇന്ന് മുതലായിരിക്കും രേഖപ്പെടുത്തുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നടന്ന ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഈ കേസൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് യുവതിയുടെ ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ്. യുവതിയുമായി നീണ്ടകാലത്തെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് വഴി യുവതിയാണ് ആദ്യം അങ്ങോട്ട് സന്ദേശം അയച്ച് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവതി ഭർത്താവുമായി ഒത്തായിരുന്നു ഈ താമസം. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണിയായി എന്ന് പറയുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞായിരിക്കില്ല, അത് ഭർത്താവിന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവായിരിക്കും എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം എന്ന വ്യവസ്ഥകളൊക്കെയാണ് ഈ ജാമ്യാപേക്ഷയിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. പക്ഷെ ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന നിർദ്ദേശമുണ്ട്. ഈ പാലക്കാട് ജില്ല വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഈ മുൻകൂർ ജാമ്യത്തെ ഉൾപ്പെടെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഏതായാലും. അത് തന്നെയാണ് ഈ രാഹുൽ ഇപ്പോൾ ഒരു ഒളിവ് സങ്കേതത്തിൽ കഴിയുന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം അത് സാധ്യമാണ്? കാരണം ജാമ്യത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള നിയമോപദേശമൊക്കെ ലഭിച്ചു എന്നാണ് അറിയുന്നത്. മായ, തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നിലവിൽ നൽകിയിരിക്കുന്ന ഒരു സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ജില്ല വിട്ട് മറ്റെവിടെയെങ്കിലും പോകണമെങ്കിൽ അത് ഈ മുൻകൂർ ജാമ്യത്തെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഒക്കെ ഒരു നിഗമനം തന്നെ അത് തന്നെയാണ്. കാരണം ഈ പാലക്കാടുള്ള രാഹുലിന്റെ ഫ്ളാറ്റിന് താഴെയായി ഈ രാഹുലിന്റെ കാർ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ആയിരിക്കും, ജില്ലയിലെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും രാഹുൽ നിലവിൽ ഉള്ളത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ആയാലും ഉള്ളത്. അന്വേഷണ സംഘമായാലും ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഈ പാലക്കാട് ജില്ല വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഹർജിയൊക്കെ പരിഗണനയിലുള്ളൊരു സമയത്ത് അത് ഈ മുൻകൂർ ജാമ്യത്തെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുക എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM ആയാലും അതുപോലെ തന്നെ BJP ആയാലും നടത്തുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട SFI ഏതായാലും മാർച്ചിനൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനാ നേരത്തെ തന്നെ രാഹുലിനെതിരെ നിരവധി പരാതികൾ, അത് മൂന്നാം കക്ഷിയായിട്ടാണ് വന്നിരുന്നത്. ഫേസ്ബുക്ക് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ നിരവധി പരാതികൾ ഈ പെൺകുട്ടികളോടുമൊക്കെ അശ്ലീല ചാറ്റുകൾ ഉൾപ്പെടെ നടത്തി എന്നുള്ളതൊക്കെ വന്നിരുന്നു. ആരും പരാതി നൽകിയത് ഇരയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. തുടർന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. ഇനി കൂടുതൽ പേർ അത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? മായ, ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പരാതിയുമായി ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നൊരു ഘട്ടത്തിൽ തന്നെ ആദ്യം ഇത്തരത്തിലൊരു ചാനൽ ചർച്ചയിലാണ് ഒരു യുവതി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ നടന്നത്. പക്ഷെ അപ്പോഴും യുവതി നിയമപരമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം യുവതിക്ക് ഉൾപ്പെടെ പല രീതിയിൽ ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പലരും ഇതിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായി. പല യുവതികളുമായി ഇത്തരത്തിൽ പല
യുവതികളും ഇത്തരത്തിൽ പരാതിയുമായി അല്ലെങ്കിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴും നിയമപരമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള യുവതികൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ പരാതി നൽകിയിരിക്കുന്ന യുവതി പോലും ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്തുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായാലും കോൺഗ്രസ് ആയാലും രംഗത്തുണ്ടായിരുന്നത്. കാരണം യുവതി എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരോപണം. പക്ഷേ നിലവിൽ ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ട യുവതി ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ യുവതികൾ ഒരു പക്ഷേ പരാതിയുമായി രംഗത്ത് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ച നടി ഏതായാലും പരാതിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം നിരവധിയുള്ള യുവതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഒരു പക്ഷേ അവരൊക്കെ തന്നെ ഇനിയും തുടർ പരാതികളുമായി രംഗത്ത് വരാനുള്ള സാധ്യതയും നിലവിലേതായാലും മുന്നിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് രാഹുൽ പ്രചരണത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് UDFന്റെ ഔദ്യോഗിക പ്രചരണത്തിലല്ല എന്ന് UDF പറയുന്നുണ്ടെങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ സജീവമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇത്തരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം, ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു, അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള രാഹുലിനെതിരായ ഒരു കേസും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൊക്കെ ഈ സമയത്ത് വന്നതിനെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതും. അപ്പോൾ ഈ രാഹുലിന്റെ ഈ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നതിലേക്ക് ഇപ്പോൾ ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കടക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തി അതേ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ കോൺഗ്രസിന്റെ തീരുമാനം? ആള് കത്തുകയാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തെ എന്തുകൊണ്ട് ഇത്രയും നാൾ ഏകദേശം 3 മാസത്തോളമായി ഈ ആരോപണങ്ങളൊക്കെ തന്നെ രംഗത്തെത്തുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പരാതി നൽകാതെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകി എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയെ ഇതുകൊണ്ടൊന്നും മറച്ചു പിടിക്കാനാകില്ല. പകരം തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള തന്നെ വലിയ രീതിയിൽ സ്വർണ്ണക്കൊള്ള വിവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിനെ ഉൾപ്പെടെ കോൺഗ്രസ് അത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഗ്രസിൽ തന്നെ 2 ചേരികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നവരുമായി 2 ചേരികളാണ് ഈ കോൺഗ്രസിൽ തന്നെ. പാർട്ടിക്കകത്ത് തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായും രാഹുലിനെ പ്രതിരോധിക്കുന്നവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് കള്ളക്കേസാണ് എന്ന തരത്തിൽ ഈ ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയെ ഇതുകൊണ്ടൊന്നും മറച്ചു പിടിക്കാനാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിവാദവുമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഒരു ബാധ്യതയല്ല എന്നുവരെ ഈ പാർട്ടിക്കകത്തു നിന്നും പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 രീതിയിലാണ് ഈ പാർട്ടിക്കകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നതയുള്ളത്. ഏതായാലും നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ബലാത്സംഗ കേസ് സ്വർണ്ണക്കൊള്ള വിവാദം വെച്ച് പ്രതിരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ശരി ആതിര, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളുടെ മൊഴിയെടുപ്പൊക്കെ ഇന്ന് തുടങ്ങും. അപ്പോൾ യുവതിയുടെ സുഹൃത്തുക്കളുടെയും ചികിത്സിച്ച ഡോക്ടറുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തുക. അപ്പോഴും രാഹുൽ ഒളിവിൽ തന്നെയാണ്, രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.